നിങ്ങൾ ബിസിനസ്സുകാരിൽ ശ്രദ്ധിച്ച ചില കോമൺ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ബിസിനസ്സുകാരിലുള്ള മിസ്റ്റേക്ക് ഒരുപാടുണ്ട്. എല്ലാം എനിക്ക് അറിയാമെന്ന് പറയുന്ന ഒരു ഓവർ കോൺഫിഡൻസ് ആണ് പല ബിസിനസ്സുകാരിലും കാണുന്ന ഒരു കോമൺ മിസ്റ്റേക്ക്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ തന്നെ എന്റെ ലോകത്തെ യെസ്, അത് എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിനും ഓരോ എക്സ്പേർട്ടുകളുണ്ട്. ഈ റൈറ്റ് എക്സ്പേർട്ടുകളെ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ബിസിനസ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സ്ഥാപനത്തിൽ, ഇപ്പോൾ ഞാൻ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്കിനാ നോക്കും, അതിൻ്റെ ബാങ്കിനാ നോക്കും, അതിൻ്റെ അറ്റൻഡൻസിനാ നോക്കും, എല്ലാം ഞാൻ തന്നെ നോക്കുക എന്ന് പറയുന്ന രൂപത്തിൽ ഒരു വൺ മാൻ ഷോ. ഒരിക്കലും ഇങ്ങനെ ഒരു വൺ മാൻ ഷോ ബിസിനസ് ഒരിക്കലും ഗ്രോ ചെയ്യൂല. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കോസ്റ്റിംഗ് എന്ന് പറയുന്നതുണ്ട്. നമ്മൾ ആരും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ് ടൈമിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു 1 ലക്ഷം രൂപക്ക് ഒരു മാസം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കോസ്റ്റ് 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 25 ഡേയ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് 4000 റുപ്പീസ് ആണ്. ഞാൻ 1000 രൂപ കിട്ടുന്ന ഒരു സാധനത്തിന് ഞാനൊരു ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് നഷ്ടമാണ്. സോ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, നമ്മളത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുക, വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. സോ നമ്മൾ എപ്പോഴും ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള സ്റ്റാഫ്, അത് റിസോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കൺസൾട്ടൻസ് ആയിക്കോട്ടെ, ആരാണോ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ അവരെ നമ്മൾ ചൂസ് ചെയ്യുക.